4 മാസത്തിന് മഹത്വമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ആ മാസങ്ങളുടെ പേര് പക്ഷേ ഖുർആൻ പറഞ്ഞില്ല. ആ മാസങ്ങളുടെ പേര് ഹദീസിലുള്ളത്. പിന്നെന്താണ്? മുഹറം അടക്കമുള്ള, ദുൽഹിജ്ജ അടക്കമുള്ള 4 മാസങ്ങൾ. ആ മാസങ്ങൾക്ക് ശേഷം പിന്നെ മഹത്വമുള്ള മാസം ഏതാണ്? പിന്നെ മഹത്വമുള്ള മാസം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസം. അല്ലാത്ത എല്ലാ മാസങ്ങൾക്കും ഖുർആനും ഹദീസും അനുസരിച്ച് ഒരേ സ്ഥാനാണ്. ഏറ്റവും മുന്തിയ കാരക്ക പ്രവാചകൻ അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വ്യക്തികളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാടുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യമനിനെ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, മദീനയെ പ്രത്യേകം പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ 1/3 കുറിച്ച് പറഞ്ഞു, അർദ്ധരാത്രിയെ കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ള സമയത്തെ കുറിച്ച് പറഞ്ഞു, ആയിഷയുടെ ഫضل പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ഫضل പറഞ്ഞു. എന്താ റബീഉൽ അവ്വൽ മാസത്തിന്റെയും അതിലെ 12ന്റെയും മാത്രം മഹത്വം പറയാതിരുന്നത്? അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ആചാരം, അനുഷ്ഠാനം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇതെന്റെ അഭിപ്രായമല്ല. ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ബിൻ അലി അൽ ഖമിയി അൽ മഷ്ഹൂർ ബിൽ ഫാക്കിഹാനി അൽ മാലിക്കി, ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന പണ്ഡിതന്റെ പൂർണ്ണ പേരാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയാ, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. പ്രവാചകന്റെ പേരിലുള്ള പ്രത്യേക ഇത്തരം ജന്മദിനാഘോഷങ്ങൾക്ക് ഖുർആനിലോ സുന്നത്തിലോ അസ്ലില്ല. വല യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും അതിന്റെ രേഖ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ. ദീനിൽ മാതൃകയാക്കപ്പെടുന്നവരാണവർ. അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളുടെ വഴികളെ, അവരുടെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, അവരുടെ പാന്താവുകളെ പിൻപറ്റുന്നവരാണവർ. ബൽ ഹുവ ബിദ്അത്തുൻ. അത് ബിദ്അത്താണ്. അഹദസഹൽ ബത്താലൂൻ വശഹവത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. മേലളകി ജീവിക്കാൻ കഴിയാത്തവരും തീറ്റക്കൊതിയന്മാരും ഉണ്ടാക്കി വിട്ടതാണിത്. എന്റെ വാക്കല്ല, ഫാക്കിഹാനിയുടെ വാക്കാ. ഇതിന്റെ ട്രാൻസ്ലേഷൻ നബിദിനം വേണമെന്ന് പറയുന്നവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്ന ട്രാൻസ്ലേഷൻ എടുക്കണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി മനസ്സിലാക്കിയത് ബിദ്അത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു.